സ്മൃതി പി വി അൻവർ ഇപ്പോൾ ഇവിടെ നിന്നും വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ്. ഇവിടെ നിന്ന് സമ്മേളന വേദിയിലേക്ക് മഞ്ചേരി ജസീല ജംഗ്ഷനിലുള്ള വേദിയിലേക്ക് പി വി അൻവർ പുറപ്പെടുകയാണ്. പി വി അൻവർ ഇപ്പോൾ ഒരു ഗുരുതരമായ ഒരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ തൻ്റെ പരിപാടിയിലേക്ക് എത്തുന്ന ആളുകളെ പോലീസ് ഉദ്യോഗസ്ഥർ വഴിയിലുടനീളം പലയിടങ്ങളിലായി മനഃപൂർവ്വം 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് വാഹന ഗതാഗത നിയന്ത്രണത്തിന്റെ പേരിൽ തടഞ്ഞിടുന്നു എന്നതാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. DMK പ്രവർത്തകരുടെ വീടുകളിലെത്തി സ്വർണ്ണക്കടത്തുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. DMK പ്രവർത്തകർ വരുന്നു ഈ പരിപാടിയിലേക്ക്, അവരുടെ വീടുകളിലേക്ക് പോലീസ് എത്തുന്നു എന്നടക്കം. സ്മൃതി, അതിൽ പി വി അൻവർ ഉന്നയിക്കുന്നത് DMKയുടെ സംസ്ഥാന ഭാരവാഹികൾ അഥവാ പി വി അൻവറിനെ പാർട്ടിയിൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഭാരവാഹികൾ ഇത്തരത്തിൽ തമിഴ്നാട് DMK നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. ആ കത്ത് നൽകിയതിന് ശേഷം ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭാരവാഹികളുടെ വീട്ടിലേക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നു. എത്തിയിട്ട് അവർ സ്വർണ്ണക്കടത്തുമായി എന്താണ് ബന്ധമെന്ന് ഈ നേതാക്കളോട് ചോദിച്ചു എന്നാണ് പി വി അൻവർ പറയുന്നത്. അഥവാ DMKയുമുള്ള അല്ലെങ്കിൽ പി വി അൻവർ സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ അങ്ങനെ ഒപ്പം നിൽക്കുന്ന ആളുകളെയൊക്കെ പോലീസ് വേട്ടയാടുന്നു എന്ന് തന്നെ ഇപ്പോൾ പി വി അൻവർ പറഞ്ഞു വരുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്ന വാഹനമാണ് MLA വാഹനം. ഈ വാഹനത്തിൽ ഇതേപ്പോൾ പി വി അൻവർ പുറപ്പെട്ടിരിക്കുന്നു. എടവണ്ണയിലെ ഒതായിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഏകദേശം 30 മിനിറ്റിൻ്റെ താഴെ സമയം മാത്രമേ എടുക്കുള്ളൂ. 6:30 പി വി അൻവർ ഇപ്പോൾ വേദിയിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വേദിയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് പി വി അൻവർ ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകരോട് ഈ 3 വിഷയങ്ങൾ പ്രധാനമായി സംസാരിച്ചത്. ഒന്ന്, DMK മുന്നണിയുമായുള്ള ബന്ധം. അത് ഇളങ്കോവൻ അഥവാ DMKയുടെ തമിഴ്നാട് വക്താവായിട്ടുള്ള ATS ഇളങ്കോവൻ അത്തരമൊരു നിലപാടിനെ തള്ളിയിരുന്നു. അത്തരമൊരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ പി വി അൻവർ തള്ളുകയാണ്. അതിനൊരു ആശങ്കയും ആശയക്കുഴപ്പവുമില്ല. DMKയുടെ ഒപ്പം പി വി അൻവറിൻ്റെ പുതിയ പാർട്ടിയും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പി വി അൻവർ പറഞ്ഞു വയ്ക്കുന്നത്. അതിലൊരു ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നവുമില്ല. മാത്രമല്ല, നമ്മൾ ആ ചോദ്യങ്ങൾക്ക് തമിഴിൽ പലപ്പോഴും തമിഴിൽ ഉത്തരം നൽകുന്ന പി വി അൻവറിനെ നമ്മൾ കണ്ടു. രസകരമായിട്ടാണെങ്കിൽ പി വി അൻവർ തമിഴിലാണ് പല മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയത്. അപ്പോൾ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, ഈ തമിഴ് ബന്ധത്തിൽ എന്തെങ്കിലും ആശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടോ ചോദിച്ചപ്പോൾ അതും നിങ്ങൾക്ക് ഒരു കാത്തിരുന്ന് കാണാം, കാത്തിരുന്ന് പാക്കലാം എന്നാണ് പി വി അൻവർ നൽകിയ മറുപടി. അത്തരത്തിൽ DMKയുമായുള്ള ബന്ധത്തിൽ ഇല്ലെങ്കിൽ നേരത്തെ പുറത്തു വന്ന വാർത്തകളെ പോലെ ഒരു ആശങ്കയും പി വി അൻവറിന് ഇല്ല എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മറ്റു 2 വിഷയങ്ങൾ. ഒന്ന്, DMKയുമായി പി വി അൻവർ സഖ്യത്തിൽ ഏർപ്പെടാൻ പോകുന്നതിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തടയാൻ ഇപ്പോൾ തന്നെ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതര ആരോപണം പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് DMKയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിലെത്തിക്കൊണ്ട് സംസ്ഥാന ഭാരവാഹികളുടെ വീട്ടിലെത്തിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായി എന്താണ് ബന്ധം, സ്വർണ്ണക്കടത്തുകാരുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് ബന്ധം എന്നുള്ള തരത്തിൽ പോലീസ് അന്വേഷണം നടത്തി വിവരങ്ങൾ ആരാഞ്ഞു എന്നാണ് പി വി അൻവർ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രഖ്യാപനം നടക്കാൻ പോകുന്ന അവസാന ഘട്ടത്തിൽ വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം കൂടി പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പി വി അൻവറിൻ്റെ പരിപാടിൻ്റെ വേദിയിലേക്ക് ആളുകൾ എത്താൻ പോകുന്ന സമയത്ത് അത് മനഃപൂർവ്വം വേദിയിലേക്ക് ആളുകൾ എത്താതിരിക്കാൻ മനഃപൂർവ്വമായ ശ്രമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പി വി അൻവർ പറയുന്നത്. അഥവാ കോഴിക്കോട് നിന്ന് മഞ്ചേരിയിലേക്കുള്ള റോട്ടിൽ മോങ്ങം ഉൾപ്പെടെയുള്ള പല റോഡുകളിലും ട്രാഫിക് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് പി വി അൻവറിൻ്റെ പരിപാടിക്ക് വരുന്ന ആളുകളുടെ വാഹനത്തെ തടയുന്നു. അവിടെ മനഃപൂർവ്വം ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. അത് മനഃപൂർവ്വമായ നീക്കമാണ്. അത് എന്ത് നീക്കങ്ങൾ നടത്തിയാലും ശരി, താൻ മുന്നോട്ട് പോകും, അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് പി വി അൻവർ അവസാന നിമിഷം വീട്ടിൽ നിന്നിറങ്ങി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പ്രതികരിച്ചത്. ആളുകളുടെ വിഷയത്തിൽ പോലും പ്രതികൂല കാലാവസ്ഥയും ചെറിയ ബുദ്ധിമുട്ടുകളുമുണ്ട്, മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്തരത്തിൽ ആശങ്ക വേണ്ടതില്ല എന്ന് പി വി അൻവർ പറയുകയും ചെയ്യുന്നു. എന്നിരുന്നാൽ പോലും വേദിയിലേക്ക് ആളുകൾ, അത് 1 ലക്ഷം ആളുകളെയാണ് പി വി അൻവർ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ എത്രത്തോളം ആളുകളെ എത്തിക്കാൻ പി വി അൻവർ സാധിക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണണം. ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആളുകൾ ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നാൽ അല്ലെങ്കിൽ വലിയ തോതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് നിരാശാജനകം തന്നെയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിലെ ചന്തക്കുന്നിലെ പരിപാടിക്കൊക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരിപാടി ആരംഭിക്കും മുമ്പ് തന്നെ സദസ്സ് നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പി വി അൻവർ രാഷ്ട്രീയ പ്രഖ്യാപനം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി പിന്തുണയിൽ പല വ്യത്യാസം വരുമോ എന്നുള്ളതും കണ്ടറിയണം. എന്തായാലും DMK രാഷ്ട്രീയമായുള്ള പി വി അൻവറിന്റെ ബന്ധം ഇല്ലെങ്കിൽ ആ സഖ്യകക്ഷിയാവുമെന്ന് പാർട്ടി നൽകിയ ഉറപ്പ്, അതിൽ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പിന്നിൽ തന്നെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പി വി അൻവറിന്റെ വാഹനത്തിന് തൊട്ട് പിന്നാലെ എടവണ്ണ ഒതായിലെ വീട്ടിൽ നിന്നും അൻവർ പുറപ്പെടുന്നു. അരമണിക്കൂറാണ് ഇവിടെ നിന്ന് മഞ്ചേരിക്ക്. മഴയുണ്ട്, റെയിൻകോട്ട് ഇട്ടൊക്കെ ആളുകൾ അവിടെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ അടുത്ത വിൻഡോയിലും നിങ്ങൾക്ക് കാണാം.